ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനിറ്റ മിസ് ആണ്. നമ്മുടെ എക്സാം ആണല്ലേ ഇനി അടുത്തതായിട്ട് വരുന്നത്. അതായത് നമ്മുടെ സ്വന്തം ബേസിക് സയൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വെൻ കറന്റ് ഫ്ലോസ്. അത് നമുക്കൊന്ന് ഓടിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ മക്കളും മുഴുവനായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന രണ്ട് സർക്യൂട്ട് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇവയിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒന്ന് എന്താണ്, ഒന്ന് ക്ലോസ്ഡ് സർക്യൂട്ട് അതായത് അടച്ച സർക്യൂട്ടും ഒന്ന് ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ തുറന്ന സർക്യൂട്ടുമാണല്ലേ. എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? കുറച്ച് പോയിന്റുകൾ മക്കൾ ആലോചിച്ച് നോക്കണം. ക്ലോസ്ഡ് സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് പ്രവഹിക്കുന്നത് എങ്ങനെയായിരിക്കും? അതൊരു കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അതേ സമയം ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, എവിടെയെങ്കിലും ഒരു തടസ്സമൊക്കെ അനുഭവപ്പെട്ടിട്ടായിരിക്കും ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പൊ ക്ലോസ്ഡ് സർക്യൂട്ടിൽ എന്താണ്, നമുക്കൊരു ഗ്യാപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പക്ഷെ ഓപ്പൺ സർക്യൂട്ടിൽ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ചിത്രം തന്നെ നോക്കിയാൽ അറിയാം. ഇതാണ്ട് നമ്മുടെ ആ ഒരു സെല്ലുമായിട്ട് നമ്മുടെ ഈ ഒരു ചാലക കമ്പി അല്ലെങ്കിൽ കണ്ടക്ടിങ് വയർ കണക്ട് ചെയ്യുന്ന അവിടെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അവിടെ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു ഭാഗത്ത് കറണ്ടിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് സർക്യൂട്ടിൽ എപ്പോഴും എന്തായിരിക്കും? ഡിവൈസ് വർക്കിംഗ് ആയിരിക്കും കേട്ടോ. ഡിവൈസ് വർക്കിംഗ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഡിവൈസ് നോട്ട് വർക്കിംഗ് ആയിരിക്കും. അപ്പം ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ബൾബ് എന്ന് പറയുന്നത് ഇവിടെ ഗ്ലോ ചെയ്യുന്നില്ല, ഡിവൈസ് നോട്ട് വർക്കിംഗ് ആണ്. പക്ഷെ ഇവിടെ ബൾബ് എന്താണ്, ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾ നോക്കണം, എവിടെയെങ്കിലും സ്വിച്ച് ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ എപ്പോഴും സ്വിച്ച് ഓൺ കണ്ടീഷനിലായിരിക്കും. പക്ഷെ ഇവിടെ സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ഡിവൈസിന്റെ പൊസിഷനും ഇൻ കേസ് അവിടെ സ്വിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വിച്ചിന്റെ പൊസിഷനും ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സർക്യൂട്ടിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട് ഏതാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആദ്യം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ കാണുന്ന നമ്മുടെ സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് ഉണ്ട്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. സ്വിച്ച് ഇവിടെ എന്താണ്, ഓഫ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സ്വിച്ച് ഓൺ കണ്ടീഷനിൽ വരുമ്പോഴും ഓഫ് കണ്ടീഷനിൽ വരുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർത്തിരിക്കണം. ഓൺ കണ്ടീഷൻ ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇതാ ഒരു ചെറിയ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അവിടെ പ്രോപ്പറായിട്ട് ഗ്യാപ്പ് ഒന്നുമില്ല, പ്രോപ്പറായിട്ട് കറണ്ട് പോകുന്നുണ്ട്. ഇനി അതേ സമയം സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പൽ ഉള്ളത്. അതായത് ഇവിടെ നമുക്കിതാ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സ്വിച്ച് ഓഫ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ തുറന്ന സർക്യൂട്ടും ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടും ആയിരിക്കും. ഓക്കെ, ഇനി ബൾബ് ഫ്യൂസ് ആവുന്ന സമയം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ബൾബാണിത്. ആ ഒരു ബൾബിൽ എന്താണ്, ഒരു തിൻ ഫിലമെന്റ് ഉണ്ട്. ആ തിൻ ഫിലമെന്റ് ബ്രേക്ക് ആവുന്നു അല്ലെങ്കിൽ പൊട്ടുക എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ബൾബ് ഫ്യൂസ് ആകുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടി സാധിക്കും. ഗ്യാപ്പ് കാണുക എന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ആ ഒരു ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ആ ഒരു ഗ്യാപ്പ് കാണുന്ന സമയം നമ്മുടെ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട, ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഓരോ സർക്യൂട്ടും നമ്മൾ പരിശോധിച്ചാലും അവിടെ മെയിനായിട്ട് 3 കമ്പോണന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സ്വന്തം സെല്ലോ ബാറ്ററി ആയിരിക്കും. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സ്രോതസ് ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യൂലേ. ഇപ്പോൾ ഫാന് വർക്ക് ചെയ്യുവാണെങ്കിൽ ഫാന് നമ്മൾ യൂസ് ചെയ്യും, പ്രകാശം വേണമെങ്കിൽ ബൾബ് നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ മിനി മോട്ടർ ഉണ്ടാവും, ബസർ ഉണ്ടാവും, അങ്ങനെ കുറേ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഉപകരണം നമുക്ക് എന്താണെങ്കിലും ഓരോ സർക്യൂട്ടിലും ആവശ്യമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ കറണ്ടിന്റെ ഫ്ലോ നടക്കുന്ന ഒരു പാത്ത് നമുക്ക് വേണം. ആ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടക്ടിങ് വയർ അല്ലെങ്കിൽ ഒരു ചാലക കമ്പി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്ന് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി നൽകുന്ന സ്രോതസ്, ഒന്ന് രണ്ടാമത്തേതായിട്ട് ഡിവൈസ്
ഡിവൈസസ് ദാറ്റ് യൂസ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്തതായിട്ട് വയർ ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്ന കമ്പിയാണ്. ഇനി എല്ലാ വസ്തുക്കളും ഇങ്ങനെ കറണ്ട് കടത്തി വിടണം എന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ. ചിലതൊക്കെ എന്താണ് കറണ്ട് കടത്തി വിടത്തില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന ഒരാളെ നോക്കുവാണെങ്കിൽ അവരെ നമ്മൾ എന്താ ഒരു തടിക്കഷ്ണം കൊണ്ട് ഇങ്ങനെ തള്ളി മാറ്റുക ചെയ്യുന്നത്. അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു നല്ല ഇരുമ്പിൻ്റെ ഒരു കഷ്ണം കൊണ്ടാണ് അതിനെ തള്ളി മാറ്റുവാണെങ്കിൽ ആ ഇരുമ്പിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് നമ്മുടെ ശരീരത്ത് വന്നടിക്കും. പക്ഷെ അതേസമയം തടിക്കഷ്ണത്തിലൂടെ എന്താണ് കറണ്ടിന് പ്രവഹിക്കാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു വസ്തുക്കളെ കറണ്ട് കടത്തി വിടുന്നതായിട്ടും കടത്തി വിടാത്തതായിട്ടും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് കടത്തി വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് കടത്തി വിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്ററുകൾ എന്ന് നമ്മൾ പറയുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ മക്കൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ സർക്യൂട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ സ്വന്തം സ്വിച്ച്. അപ്പോൾ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മക്കൾ ഓർത്തിരിക്കുക. സാധാരണ സ്വിച്ച്, ബെൽ സ്വിച്ച്, 2-വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, അതുപോലെ തന്നെ DP സ്വിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർ, കുറച്ച് പേരുകൾ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 4 എണ്ണത്തിൻ്റെ പേരുകളും നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് എക്സാമിന് പോവുക. ഇനി കാണിച്ചിരിക്കുന്ന ഈ ഒരു 2 സർക്യൂട്ട് നോക്കിയാൽ അറിയാം. ആദ്യത്തെ സർക്യൂട്ടിൽ നമ്മൾ ഒരു സെല്ല് യൂസ് ചെയ്തു. രണ്ടാമത്തെ സർക്യൂട്ടിൽ എങ്ങനെയാണ്, സെല്ലുകളുടെ എണ്ണം കൂട്ടി. അങ്ങനെ സെല്ലുകളുടെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ട് കൂടുക, വൈദ്യുതിയുടെ എമൗണ്ട് കൂടുക എന്നാണ് അർത്ഥം. അങ്ങനെ എമൗണ്ട് കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ സർക്യൂട്ട് നോക്കിയാൽ അറിയാം. ഇവിടെ ഇതാ ഒരു ഫ്യൂസ് വയർ മക്കൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു സർക്യൂട്ടിൽ നിന്നും രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് നമ്മൾ കറണ്ട് അഡീഷനായിട്ട് കടത്തിവിടുമ്പോൾ നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം അല്ലെങ്കിൽ അധികമായിട്ട് കറണ്ട് പ്രവഹിച്ചാൽ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിനെയും നമ്മുടെ ഇലക്ട്രിക് കമ്പോണൻറ്റിനെയും എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ആ ഫ്യൂസിലെ അകത്തുള്ള ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ കുറേ കറണ്ട് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഉരുകി നമ്മുടെ വൈദ്യുതിയുടെ ആ ഒരു ഫ്ലോ തടസ്സപ്പെടുത്തുന്നു. അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാക്കുന്നു. അതായത് അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്താണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും മക്കൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇവിടെ പഠിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു സർക്യൂട്ട് കാണാൻ വേണ്ടി സാധിക്കും. പ്രോപ്പറായിട്ട് നമ്മളൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ അടുത്തേക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവരുന്ന സമയം എന്താ സംഭവിക്കുക, ആ മാഗ്നറ്റിക് നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടായിരിക്കും, നമുക്കറിയാം നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈനി മാഗ്നറ്റ് ആണ്, ഒരു കാന്തമാണ്. ആ കാന്തത്തിൻ്റെ അടുത്തേക്ക് വേറൊരു കാന്തം കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഈ ഒരു സർക്യൂട്ടും ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പ്രവഹിച്ചാൽ മാത്രമേ അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ, അതായത് ഈ ഒരു മാഗ്നറ്റും നമ്മുടെ കറണ്ടും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് നമ്മുടെ ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ സ്വന്തം ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മളൊരു നെയിലെടുത്തു, ആ നെയിലിനെ നമുക്കൊരു കാന്തമാക്കി മാറ്റണം. അതിന് നമ്മൾ എന്താ ചെയ്തത്, ആകെ നമ്മൾ ചെയ്തത് ഒരു വയർ നമ്മൾ ഈ നെയിലിന് ചുറ്റും ഇങ്ങനെ നമ്പർ ഓഫ് കോയിൽ ഇങ്ങനെ ടേൺ ചെയ്ത് അതിൻ്റെ 2 അറ്റവും ഇതുപോലെ നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയം എന്താ സംഭവിക്കുക, നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ സ്വന്തം ഈ കാണുന്ന നെയിൽ എന്തായിട്ട് മാറും, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് ഇതുപോലെ തന്നെ കുറച്ച് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മൊട്ടുസൂചിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മുടെ ആ ഒരു ആണി ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതായത് ഇതൊരു
ടെമ്പററി മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ മക്കൾ ഈ 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ നമ്മുടെ സെല്ലുകളുടെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ ആ ഒരു കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടുക. അതായത് ഇങ്ങനെ വളച്ചെടുക്കത്തില്ലേ, അത് കുറേ വളച്ചാൽ എന്താണ്, അത്രയും നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് കിട്ടും കേട്ടോ. പിന്നെ വൈദ്യുത ഫാന, ഇലക്ട്രിക് ബൾബ്, വൈദ്യുത മോട്ടർ, അതൊക്കെ എക്സാമ്പിൾ ആണ്. അതൊക്കെ നമ്മൾ ആ ഒരു റിലേഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളാണ്. അത് മക്കൾ ഓർക്കുക. പിന്നെ എന്താണ് പവർ കട്ട്, എന്താണ് ലോഡ് ഷെഡിങ്, അത് ഓർത്ത് വെക്കുക. വൈദ്യുതിയുടെ ആവശ്യം കൂടി വരുമ്പോഴും പക്ഷെ ഉൽപാദനം അത്രയ്ക്ക് ഇല്ലാതാവുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് എന്ത്, നമ്മുടെ പവർ കട്ട്, അതുപോലെ തന്നെ ലോഡ് ഷെഡിങ് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ 2 സിറ്റുവേഷൻ തന്നു. അതായത് ഒരാളുടെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ലാണ്. കാരണം എന്തായിരിക്കും, കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും എനർജി എഫിഷ്യൻസിയിൽ ഉണ്ടാവുന്ന വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഓരോ ഉപകരണങ്ങളുടെയും എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമത മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഈ സ്റ്റാറുകളുടെ എണ്ണം. അതും മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഷോക്ക് അടിക്കേണ്ട സന്ദർഭങ്ങൾ, ഷോക്ക് അടിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു പാഠഭാഗം ഓടിച്ചാണ് നോക്കിയത്. എല്ലാ കോൺസെപ്റ്റുകളും അറിഞ്ഞിരിക്കുക മക്കളെ. നമ്മുടെ എക്സാം എന്താണ്, പൊളിച്ചെഴുതാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.